ഡയറക്റ്റ് വന്നോളൂ, ഫുള്ള് ലോണും ചെയ്തോളൂ. 299 പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. അതേപോലെ ക്രിസ്റ്റകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപ മുതലാണ്? നമുക്ക് 10 ലക്ഷത്തിന്റെ താഴെ ക്രിസ്റ്റൽ, 10 ലക്ഷത്തിന്റെ താഴെ. റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. 7 സീറ്റർ ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ഫിനിഷിംഗിൽ ഒരു എർട്ടിക അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അതായത് കച്ചവടപ്പണി അതിന് എടുക്കൂല, കാരണം അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്തോളൂ. ഈ ഒരു വാഹനം നിങ്ങൾക്ക് 1 രൂപയും വേണ്ട, ക്യാഷ് ബാക്കിലാണ് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ക്യാഷ് ബാക്കിലാണ് ഉണ്ടാവുന്നത്. ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ, അതും ഡീസൽ ഓട്ടോമാറ്റിക്. 1 രൂപ മുടക്കില്ലാതെ ഈ ഒരു വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറക്കാം. ഇതിൽ വന്ന വണ്ടിയിലൊക്കെ ഒരു ഫുള്ള് ലോൺ ഉള്ള വാഹനങ്ങളാട്ടോ. 2 മാസത്തെ EMI നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഏകദേശം 10-80ഓളം വാഹനങ്ങൾ മാക്സിമം നമുക്ക് ഫുൾ ലോണിലൊക്കെ ഒരു ഗംഭീരമായ കളക്ഷൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഒരു സ്വിഫ്റ്റ് ഡീസൽ വണ്ടി സിംഗിൾ ഓൺഷിപ്പ് ഓഫർ പ്രൈസില് നമുക്ക് എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 2012 വാഹനമൊക്കെ മിനിമം ഒരു 3rd ഓണർഷിപ്പ് കഴിഞ്ഞിട്ടുണ്ടാവും. ഈ ഒരു വാഹനം സ്പെഷ്യൽ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് 12 ലാസ്റ്റ് മോഡല്, അതും ഡീസലാണ്. 1,25,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഹിസ്റ്ററിയൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് പോരാ. വേറെ മേജർ ആക്സിഡന്റ്, റീപ്ലേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡീസൽ തന്നെ 20 കിലോമീറ്ററിന്റെ മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടി. ഫുൾ ഓപ്ഷൻ ആണ്, അതായത് VDI, അതായത് AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, എല്ലാ ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനമാണ്. സീറ്റ് കവർ ഒക്കെ നല്ല അടിപൊളി സീറ്റ് കവർ ഉണ്ട്. ടയർ കണ്ടീഷന് ഫ്രണ്ടും ബാക്കൊക്കെ ഒരു 60% മുകളിൽ ടയറും ഉണ്ട്. അപ്പൊ എത്ര രൂപ കൊടുക്കാൻ പറ്റും? 299 പൊട്ടിച്ചിട്ടുള്ള പ്രൈസ് ആണ്. അതേപോലെ ക്രിസ്റ്റകളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര രൂപ മുതലാണ്? നമുക്ക് 10 ലക്ഷത്തിന്റെ താഴെ ക്രിസ്റ്റൽ, 10 ലക്ഷത്തിന്റെ താഴെ. അതായത് നമുക്ക് നോക്കി 1-2 ക്രിസ്റ്റകളല്ല, ഇഷ്ടം പോലെ ക്രിസ്റ്റകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അതേപോലെ ഫോർച്യൂണർ ഉണ്ട്. എല്ലാ റേഞ്ചിലെ വാഹനം നമുക്ക് നിരനിരയായിട്ട് കിടക്കുന്നുണ്ട്. ഇന്നോവകള്, ക്രിസ്റ്റകള്, ഫോർച്യൂണർ. അതേപോലെ നമുക്ക് ഈ ഒരു സൈഡിൽ മാരുതിന്റെ ഒരു കളക്ഷൻ ആണ് മൊത്തം വരുന്നത്. ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം ഈ ഫുള്ള് ഹോണ്ട ആയിരുന്നു, ഇത് മൊത്തം മാരുതി ആയിട്ടുണ്ട്. അപ്പൊ സമീർക്ക് നമുക്ക് ഇന്ന് ഏതൊരു സെഗ്മെന്റിൽ നമുക്ക് തുടങ്ങാന്നുള്ളത്? ഈ ഒരു കാറ്റഗറി തന്നെ ആയിക്കോട്ടെ, മിക്സ് ചെയ്തിട്ട് ഈ ഒരു ഏരിയയിൽ മൊത്തം മാരുതിയുടെ കളക്ഷൻ. 7 സീറ്ററുകൾ ഉണ്ട്, അതേപോലെ തന്നെ SUV ഉണ്ട്, മാരുതിയുടെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ RB മോട്ടോഴ്സിലാണ് നമ്മൾ ന്യൂ ഇയർ ഒക്കെ അതിന് ശേഷം ആദ്യത്തെ ഒരു വരവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സമീർക്ക് നമ്മൾ കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ? മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ് നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. വണ്ടൂർ തന്നെ പുളിയക്കോട്, വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോഡിൽ 2 കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ കറക്റ്റ് റോഡ് സൈഡ് ഹൈവേ തന്നെ, ഊട്ടി റോഡിൽ തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. അപ്പോൾ അത്യാവശ്യം എല്ലാ വാഹനങ്ങളും നമ്മുടെ കയ്യിലുണ്ട്. ഇപ്പൊ ഈ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഒരു 10-20,000 രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വാഹനങ്ങൾ നമുക്ക് കൊണ്ടുപോകും ചെയ്യാം. ഈ കിടക്കുന്ന മുഴുവൻ വാഹനങ്ങളും മാരുതി വാഹനങ്ങളാണെങ്കിൽ പോലും ഫുള്ള് ലോണിൽ നിങ്ങളെ സിബില്, ബാങ്കിങ്, ഇൻകം പ്രൂഫ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് വന്നോളൂ, ഫുള്ള് ലോണും ചെയ്തു. അപ്പൊ വണ്ടി വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടായാൽ മതി. EMI അടക്കാനുള്ള കപ്പാസിറ്റി, ട്രാക്കും ഒക്കെ ആണെങ്കിൽ വണ്ടിയിട്ട് അങ്ങ് പോകാവുന്നതാണ്. അപ്പൊ ഇതിന് പ്രൈസ് നമ്മൾ പറഞ്ഞു, സിംഗിൾ ഓൺഷിപ്പില് 299 നമുക്ക് ഫൈനൽ ചെയ്യും. ഡീസൽ വണ്ടി കേട്ടോ. അടുത്ത് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ് തന്നെയാണ്, 15 മോഡൽ സ്വിഫ്റ്റ്, അതും ഡീസൽ. ഇതും ഓഫർ റേറ്റ്. ഈ ഡീസലിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. 15 നല്ലൊരു അപ്ഡേഷൻ വന്നിട്ടുണ്ട് എഞ്ചിനില്. കാരണം നമുക്ക് ലോങ് ഡ്രൈവില് മര്യാദക്ക് നമുക്ക് ഓടിച്ചു പോവാണെങ്കിൽ 24 മൈലേജ് കിലോമീറ്റർ കൺഫേം ആയിട്ട് നമുക്ക് കിട്ടും. 2015 ആണെങ്കിൽ പോലും ആകെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ. ഈ വാഹനം ഡീസലാണ്, 1.5 ഓടിയിട്ടുള്ളത്. നമുക്ക് ടൈം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. സർവീസ് ഒക്കെ പക്ക ഗ്യാരണ്ടി കൊടുക്കാം. അതെ, ഈ ഒരു വാഹനം KL 35 ആണ്, പാലാല് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനമാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്, ഡീസൽ ആണ്, VDI ആണ്. അടിപൊളി സീറ്റ് കവർ ഉണ്ട്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. പുത്തൻ 4 ടയർ ഉണ്ട്, പുതിയ ടയറുമാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 399 മാക്സിമം പൊട്ടിച്ചൽ പ്രൈസ് ആണ്. മൈലേജ് ഡെയിലി യൂസിനൊക്കെ ആവശ്യമുള്ളവർക്ക് അതൊരു ബെസ്റ്റ് പ്രൈസിനുണ്ടാവും. ഫുൾ ലോൺ കൊടുക്കാം. അതായത് നിങ്ങൾ സിബിൽ ഉണ്ടോ, ബാങ്കിങ് ഉണ്ടോ, നിങ്ങൾക്ക് ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇതൊക്കെ ഉള്ളത്. അപ്പൊ അടുത്ത തവണ നമുക്ക് 7 സീറ്റർ വണ്ടി, ഡീസൽ ഉണ്ട്, പെട്രോൾ ഉണ്ട്. ഫസ്റ്റ് തന്നെ ഒരു വൈറ്റ് ഫിനിഷിംഗിൽ ഒരു എർട്ടിക 66-86 KL 60 കാഞ്ഞങ്ങാട് രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ? 2015 മോഡല് സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള പെട്രോൾ എഞ്ചിന്. നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവായിരിക്കും. അപ്പൊ അത്യാവശ്യം നല്ല മൈലേജും കിട്ടും. നമുക്ക് കംഫർട്ട് ആയിട്ട് വലിയൊരു ഫാമിലിക്ക് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടി. 15 മോഡൽ സെക്കൻഡ് ഓൺഷിപ്പ് വണ്ടി. VXI ആണ്. AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ, വിൻഡോ, സെൻട്രൽ ലോക്ക്, റിമോട്ട് ബാക്ക്, റിയർ AC, അതുപോലെ തന്നെ ലെതർ സീറ്റ് കവർ, സെൻട്രൽ AC കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ടയർ കണ്ടീഷൻ 60% മുകളിൽ ഉണ്ട്, ടയർ ഉണ്ട്. വേറെ റീപ്ലേസ്, ആ ഭാഗത്തെ ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് 485 കൊടുക്കാം. 485 ചെറിയൊരു വാഹനത്തിന്റെ പ്രൈസ് നമുക്ക് കൊടുക്കാം. അതും 7 സീറ്റർ ആണ്, നല്ല ക്വാളിറ്റി ഉള്ള ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ലോൺ ചെയ്യാം. അടുത്ത ഞാൻ ഒരു ഡീസലാണ്. നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ മൈലേജ് ഉണ്ടാവും. ഇത് ഡീസലില് ഇപ്പൊ നമ്മള് എഞ്ചിൻ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. കാരണം 160 വണ്ടി ഓടിയിട്ടുണ്ട്. പക്ഷെ ഒരു വണ്ടിയുടെ പെർഫെക്റ്റ് കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് നമ്മള്
90,000 രൂപ കൊടുത്ത് അതിന്റെ മൊത്തം വർക്ക് തീർത്തിട്ടുണ്ട്. അപ്പൊ അതായത് പുതിയൊരു വാഹനം എടുക്കുന്ന പോലെ എടുക്കാന്നുള്ളതാണ്. അത്ര എഞ്ചിന് മെക്കാനിക്കൽ നമ്മൾ തന്നെ പണി കഴിച്ചോണ്ട് നമുക്ക് അത്രയും ഗ്യാരണ്ടി പറയാനും പറ്റൂല. തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതിന്റെ ബില്ലും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റും. അതായത് കച്ചവടപ്പണി അതിന് എടുക്കൂല, കാരണം അത്രയും പെർഫെക്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ചെയ്തോളൂ. ഈ ഒരു വാഹനം നമുക്ക് 13 രജിസ്റ്റർ വരുന്ന ZDA അന്നത്തെ ഏറ്റവും ഡുവൽ എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വാഹനം 420 കൊടുക്കാം. 420 ഇതിന്റെ 12 നമ്മളെ കയ്യിലുണ്ട്, 385 വണ്ടിയുണ്ട്, 3.45 വണ്ടിയൊക്കെ നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ ഏത് ബഡ്ജറ്റിൽ വന്നാലും നമുക്ക് വണ്ടികളുണ്ട്. അടുത്ത ഇനി തോന്നും വീണ്ടും ഒരു ZDA പ്ലസ് തന്നെയാണ് വരുന്നത്. ഹൈബ്രിഡ് ആണ് വരുന്നത്. ഹൈബ്രിഡ് ഒന്നുകൂടെ മൈലേജ് കൂടിയ വണ്ടി, ഏറ്റവും ടോപ്പ് ലോഡ്, ബട്ടൺ സ്റ്റാർട്ട്, അലോയിൽ എല്ലാം വരുന്നതാണ്. അതായത് GPS കമ്പനി തന്നെ ഇൻബിൽഡ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അലോയില് ബാക്ക് വൈപ്പർ, ഡിഫോഗർ, ഫോഗ് ലാമ്പ്, അടിപൊളി ലെതർ സീറ്റ് കവർ, 1,20,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട്. അത് പ്രോപ്പർ സർവീസും ഉണ്ട്. ഇപ്പൊ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാണ്. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. അത് നമുക്ക് കണ്ണൂര് തളിപ്പറമ്പ് രജിസ്ട്രേഷൻ അല്ലേ? അപ്പൊ നമ്മളെ അടിപൊളി കളറാണ്, ഏറ്റവും ടോപ്പ് ലോഡ് ആണ്, ഹൈബ്രിഡ് ആണ്, ഡീസൽ വണ്ടിയാണ്. എത്ര രൂപ? വളരെ കുറവാണ് ഈ ZDA പ്ലസ്. ZDA കൂടുതൽ ഇറങ്ങിയിട്ടുണ്ട്. ZDA പ്ലസ് വരുന്നതാണെങ്കിൽ വളരെ കുറവാണ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? 690. റയർ വണ്ടിയാണ്. അപ്പൊ ഏറ്റവും ടോപ്പ് ലോഡ് വണ്ടി, സ്പെഷ്യൽ വണ്ടി, മാക്സിമം ട്രാക്ക് ഫുൾ ഓൺ കൊടുക്കുക. സിഗ്നലും കാര്യങ്ങളൊക്കെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഈ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് വന്നാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ നമ്പർ ഒന്നും ഹൈഡ് ചെയ്തിട്ടില്ല, മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടി ഒന്നുമില്ല. അത്രയും ഗ്യാരണ്ടി പറയാൻ പറ്റുന്നുണ്ട്. അത് നമുക്ക് മാരുതിന്റെ ഒരു കിടലം SUV ആണ്, എസ്ക്രോസ്. ഡീസൽ ആണോ അതോ പെട്രോൾ ആണോ? ഡീസൽ അല്ല, പെട്രോൾ. ഇതിന്റെ ഡീസലും നമ്മുടെ കയ്യിലുണ്ട്. 2021 മോഡൽ, 21 ലാസ്റ്റ് മോഡൽ വരുന്ന BS6 വണ്ടി. കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഫുൾ സർവീസ് പ്രോപ്പർ ആയിട്ട് പോയിട്ടുണ്ട്. ഈ ഒരു വാഹനം നമുക്ക് ഓഫർ ഉണ്ട്. 7,40,000 രൂപ തരാം. അതായത് 2021. അത് നമ്മൾ A to Z സർവീസ് കാര്യങ്ങളെല്ലാം പക്കായിട്ടുള്ള വണ്ടി, ഒരൊറ്റ ക്ലെയിം പോലും കമ്പനിയിൽ നിന്ന് പോയിട്ടില്ല. അത്രയും 100% ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റുന്ന വണ്ടിയാണ്. സിംഗിൾ ഓൺഷിപ്പ് വണ്ടിയാണ്. ഓഫർ റേറ്റ് ആണ് 7,40,000. A40. ഈ വണ്ടിയിൽ നിങ്ങൾക്ക് 9 ലക്ഷം വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ബാങ്കിങ് ഉണ്ടോ, ഇൻകം പ്രൂഫ് ഉണ്ടോ, ഈ ഒരു വാഹനം നിങ്ങൾക്ക് 1 രൂപയും വേണ്ട, ക്യാഷ് ബാക്കിലാണ് 1.5 ലക്ഷം രൂപന്റെ അടുത്ത് ക്യാഷ് ബാക്കിലാണ് ഉണ്ടാവുന്ന ഇരിക്കില്ല വണ്ടി. ഇടയിൽ നമ്മളൊന്ന് ചാടുകയാണ്, നമ്മള് ബ്രാൻഡ് ഒന്ന് മാറ്റിയില്ല. കാരണം നമുക്ക് ഫസ്റ്റ് ജനറേഷൻ ക്രെറ്റ, അതും ഡീസൽ ഓട്ടോമാറ്റിക്. എങ്ങനെയായിരുന്നു? ഫുൾ ബ്ലാക്കിൽ വരുന്ന വണ്ടി. 2017 മോഡല്, സിംഗിൾ ഓണർഷിപ്പ് ആണ്. നിലവിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ എല്ലാ ഭാഗം പണികളൊക്കെ പക്കായിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹാൻഡിൽ മാറാണ്ട്, ഒരു ഹാൻഡിൽ ലോക്ക് ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട്, അത് മാറ്റി കൊടുക്കും. ഡോർ ഹാൻഡിൽ കേട്ടോ. ബാക്കി എല്ലാ ഭാഗം ക്ലിയർ ആണ്. 100% ഗ്യാരണ്ടി പറയാം. തീർച്ചയായിട്ടും. അതും ഡീസൽ ഓട്ടോമാറ്റിക് കേരള വണ്ടിയാണ്. നമുക്ക് 8,85,000 രൂപ കൊടുക്കാം. 8,85,000 നിലവിലെ A to Z വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. എല്ലാ ഭാഗവും ഓക്കെയാണ്. മെക്കാനിക്കും കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ട ആവശ്യം കൂടി നമുക്ക് വന്നിട്ടില്ല. അതിന്റെ ആ ഒരു ലോക്ക് കംപ്ലൈന്റ് നമ്മളെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ ഒന്ന് തുറന്നു നോക്കിയപ്പോൾ പോയതാണ്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കാം നമുക്ക് കേട്ടോ. വണ്ടി A to Z സർവീസ് ഉണ്ട്. അതും ഫുൾ ഓപ്ഷൻ വരുന്ന XX ഓപ്ഷൻ വരുന്നതാണ്. അന്നത്തെ ഏറ്റവും ടോപ്പ് ലോഡ് ഡീസൽ ഓട്ടോമാറ്റിക്. എത്ര രൂപ ചെയ്യാൻ പറ്റും നമുക്ക്? 8,85 ലോൺ ചെയ്തു. ഫുൾ ലോണിലും ഉണ്ടാവും. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഒരു കിഡ്ലം വണ്ടി. അടുത്ത് നമുക്ക് ഇനി വാഗ്നർ 3 വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഒരു അടിപൊളി കളറാണ്. ഇതിൽ അത്യാവശ്യം കൂടുതൽ നമുക്ക് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു ഗ്രേ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2019 ZXi വരുന്നതാണ്, ഏറ്റവും ടോപ്പ് വേരിയന്റ്. മാനുവൽ ആണോ അതോ ഓട്ടോമാറ്റിക് ആണ്? ഓട്ടോമാറ്റിക് ആണ്. 2019 ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് മാറിയിട്ടുണ്ട്. A to Z സർവീസും ഷോറൂമിൽ പോയിട്ടുണ്ട്. നമുക്ക് ഗ്യാരണ്ടി കാര്യങ്ങളൊക്കെ പറയാം. 100% ക്വാളിറ്റി പറയാൻ പറ്റുന്ന വണ്ടിയാണ്. നിലവിൽ ഇപ്പോ ഈ ഒരു വാഹനത്തിന് ഓഫർ ഉണ്ട്. ഫുൾ ലോൺ നമുക്ക് ഈ ഒരു വാഹനം കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് വാഹനം, അതും ഏറ്റവും നല്ല ചെറിയൊരു ബഡ്ജറ്റിൽ ഫുൾ ലോൺ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് മാരുതി വാഗണർ. 1.2 ലിറ്റർ എഞ്ചിൻ ആണ്. സ്വിഫ്റ്റിനൊക്കെ വരുന്നത് നമുക്ക് സെയിം എഞ്ചിൻ ആണ്. അത് നമുക്കൊരു 4 സിലിണ്ടർ അല്ലായിരുന്നു. 4 സിലിണ്ടർ വരുന്ന എഞ്ചിനാണ്. നമ്മളെ കയ്യിൽ 3 വണ്ടി ഉണ്ട്. 3 വണ്ടി നമ്മളെ കയ്യിൽ 4 സിലിണ്ടർ ആണ്. ഈ ഒരു വാഹനം നമുക്ക് 4,70,000 രൂപ കൊടുക്കാം. അതും ഫുൾ ലോൺ കേട്ടോ. ഫുൾ ലോൺ ഉള്ള ഓട്ടോമാറ്റിക് വണ്ടി. അടുത്താണ് നമുക്ക് അതിന്റെ വീണ്ടും മറ്റൊരു കളർ ഓപ്ഷൻ ആണ്. ഇത് 2019 2019 സിംഗിൾ ഓണർ 1.2 VXi ആണ്. മാനുവൽ ആണ്. 70,000 കിലോമീറ്റർ ആണ് വാഹനം ഓടിയിട്ടുള്ളത്. അതും നിങ്ങൾക്ക് ഓഫർ ഉണ്ട്. നമുക്ക് 4,60,000 രൂപക്ക് വണ്ടി കൊടുക്കാം. 4,60,000. അപ്പൊ മാനുവൽ വേണ്ടെങ്കിൽ മാനുവൽ ഉണ്ട്,
ഓട്ടോമാറ്റിക് ഇന്ത്യയിലൊക്കെ നോക്കി 2019 ആണെങ്കിൽ പോലും 70,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. VXI 1.2 VXI എഞ്ചിനാണ്. അത്ര നമുക്ക് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ അഷ്യൂർ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ്. ഇത് A to Z സർവീസും ഷോറൂമും തന്നെ കേട്ടോ. ഓക്കെ. അടുത്തതാണ് നമുക്ക് വൈറ്റ് ഫിനിഷിംഗ് അല്ലേ? ഇത് മാനുവൽ തന്നെയാണ് വരുന്നത്. 21 രജിസ്റ്റർ 21 ഒന്നാം മാസം രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്. 20 ആണ് മാനുഫാക്ചർ വന്നിട്ടുള്ളത്. ഇതും VXI ആണ്. ഇത് നമുക്ക് 1.2 ലിറ്റർ VXI 4 സിലിണ്ടർ വരുന്നതാണ്. ഓക്കെ. ഇത് നമുക്ക് ഇത് 3 വാഹനവും നമുക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം കേട്ടോ. ബാങ്കിങ് ഉണ്ടോ സിബിൽ ഉണ്ടോ അവർക്ക് ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. ഈ ഒരു 21 വരുന്ന ഈ ഒരു വാഹനം നമുക്ക് 4.85 നമുക്ക് വണ്ടി 4.85 അത് നമുക്ക് ഫുൾ ഓൺ തന്നെ ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. 4.75 ഫൈനൽ കൊടുക്കാം. 4.75 കൊടുക്കാം. 4.75 ഫൈനൽ. അതെ. അതും പുതിയ ഇൻഷുറൻസും ഇവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. VXI ആണ്. കറക്റ്റ് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ കണ്ടീഷൻ ഒരു 80% ഫ്രണ്ടിലുണ്ട്. ബാക്ക് ടയർ ഒരു 60% ടയർ ഉണ്ട്. അത് നമുക്ക് ഡീസലില് ഒരു ബ്രസ് നോക്കി ഇറക്കുന്നവർക്ക് ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം നമുക്ക് ഇതിന്റെ മൈലേജ് അതേപോലെ തന്നെ കംഫർട്ട് നിലവിൽ ഇപ്പൊ നമുക്ക് ഡീസൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് നല്ല മൈലേജ് ഉള്ള ഒരു ബ്രസ് വരുന്ന ബ്രസ് നിങ്ങൾക്ക് ഓഫർ മാനുവല് സിംഗിൾ ഓണർഷിപ്പ് വരുന്ന ബ്രസ് ആണിത്. 5,90,000 രൂപ കൊടുക്കും. ഓഫർ പ്രൈസ് ആണ്. നല്ല ഓഫർ റേറ്റ് ആണ്. 2000 വേറെ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല. കറക്റ്റ് ഷോറൂം സർവീസ് ഉണ്ട്. ZDA ആണ്. ഇപ്പോഴും കമ്പനിയുടെ ഇൻഷുറൻസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്പനി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 590 ZDA വരുന്ന വാഹനം നമുക്ക് ഫുള്ള് ലോണും ചെയ്യാം. സിബിൽ ഉണ്ടോ ബാങ്കിങ് ഉണ്ടോ ഇൻകം പ്രൂഫ് ഉണ്ടോ ഒരു രൂപ മുടക്കില്ലാതെ ഈ ഒരു വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഇറക്കാം. ഇതിൽ വന്ന വണ്ടിയിലൊക്കെ ഒരു ഫുള്ള് ലോണുള്ള വാഹനങ്ങളാട്ടോ. അധികം ഫുള്ള് ലോണുള്ള അത് നമുക്ക് വീണ്ടും ഒരു എസ്ക്രോസ് ഡീസൽ നേരത്തെ നമ്മളൊരു പെട്രോൾ പരിചയപ്പെട്ടിരുന്നു. എങ്ങനെയായിരുന്നു മോഡൽ? 2018 ലാസ്റ്റ് മോഡല് ഡീസലാണ്. ഓക്കെ. മൈലേജും നല്ല കംഫർട്ടും ബോഡി വെയിറ്റും എല്ലാം വരുന്നത്. ആൽഫയാണോ അതോ സീറ്റ ആണ്? സിംഗിൾ ഓണർഷിപ്പ് ആണ്. സീറ്റ ആണ്. ഇത് നമുക്ക് 6,95,000 രൂപ ലാസ്റ്റ് കൊടുക്കാം. 695. അതും ഹൈ ക്വാളിറ്റി വെഹിക്കിൾ ആണ് കേട്ടോ. നമുക്ക് ഇതില് മറ്റേ സ്റ്റിയർ മോൾഡ് കൺട്രോൾസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഫുൾ കട്ട് ടയേഴ്സ് നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഇത് എസ്ക്രോസിൽ ഈ ഒരു കളർ നല്ല ഡിമാൻഡുള്ള കളർ കൂടിയാണ്. ഹൈലൈറ്റ് ചെയ്ത കളർ തന്നെ ആയിരുന്നു നെക്സ ബ്ലൂ എന്ന കളറ്. അപ്പൊ നമുക്ക് ഡീസൽ വണ്ടിയാണ്. പ്രൈസ് പറഞ്ഞാൽ നമുക്ക് 695 ഫുള്ള് ലോൺ. സിബിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു അതിന്റെ മുകളിൽ ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് സിംഗിൾ ഓണർ വണ്ടിയാണ്. അതാണ് വീണ്ടും നമുക്ക് സ്വിഫ്റ്റുകൾ തന്നെയാണ്. 3 വരുന്നുണ്ട്. ഇത് ഗ്രേ ഫിനിഷിംഗ് റെഡ് വരുന്നുണ്ട്, വൈറ്റ് വരുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഗ്രേ ഫിനിഷിംഗ്. ഇതിന്റെ ഹൈലൈറ്റ് നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ല. വെറും 14,000 കിലോമീറ്റർ മാത്രം ഇവിടെ വണ്ടിയാണ്. 23 മോഡൽ വരുന്ന ലോ കിലോമീറ്റർ വണ്ടി. ഇപ്പോ 13,000 സർവീസ് ഷോറൂമിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ 2023 4 സിലിണ്ടറിൽ ലാസ്റ്റ് വരുന്ന വാഹനം. ഏറ്റവും ലാസ്റ്റ് വരുന്ന വാഹനമാണ്. 23-ലാണ് 4 സിലിണ്ടർ വരിക. മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഈ ഒരു വാഹനം ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കുക. ഇനി ലോ കിലോമീറ്റർ ആണ് ഇത് ഫുള്ള് ലോൺ കിട്ടാതെ നിൽക്കൂല. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം. അപ്പൊ വെറും 14,000 കിലോമീറ്റർ സിംഗിൾ ഓൺഷിൽ 23 4 സിലിണ്ടറിൽ മാനുവല് നമുക്ക് ഏറ്റവും ലാസ്റ്റ് ജനറേഷൻ വണ്ടി. അത് ഫുൾ ഓൺ ചെയ്യാം. പ്രൈസ് പറഞ്ഞാൽ സീറ്റ് കവർ പോലും പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ആ കവറൊക്കെ അതേപോലെ ഉണ്ട്. പക്ക വെൽ മെയിൻറ്റൈൻഡ് ആയിട്ട് ലോ കിലോമീറ്ററിൽ അത്രയും കെയർ ചെയ്തൊരു വണ്ടി. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 6.5 ലക്ഷം രൂപ കൊടുക്കാം. ഫുൾ ഓൺ ചെയ്യാൻ പറ്റും. ഫുൾ ഓൺ ആണ്. അടുത്ത നമുക്ക് ഒന്നുകൂടെ ഒരു കിഡ്ലം വണ്ടിയാണ്. നമുക്ക് ഹെഡ്ലാമ്പൊക്കെ പ്രൊജക്ടർ ലാംപ്സ് കാര്യങ്ങളൊക്കെ അഡീഷൻ ചെയ്തതാണ്. ചെയ്തതാണ് അല്ലെ? നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം എക്സ്ട്രാ ഫിറ്റിംഗ്സ് വന്നിട്ടുണ്ട്. കോഴിക്കോട് കൊയിലാണ്ട് രജിസ്ട്രേഷൻ ആണ്. ഡോൾട്ടൂൺ വരുന്ന വണ്ടിയാണ്. 2018 മോഡല് VXI ആണ്. ഇത് നമുക്ക് 79,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. 4,85,000 രൂപ കൊടുക്കാം. 485 VXI ആണ്. 4 ഡോർ പവർ വിൻഡോ, സെൻട്രൽ ലോക്ക്, കമ്പനി സെറ്റ്, ഒരുപാട് ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവര്. 79,000 കിലോമീറ്റർ 18 VXI 485 ചെയ്യാം. ഒരു 4 ലക്ഷം രൂപയുടെ മുകളിൽ ലോണും ചെയ്യാൻ പറ്റും. അതിന് അതിന്റെ ഒരു പക്ക എക്സിക്യൂട്ടീവ് ആണെന്നുള്ളത് വൈറ്റ് ഫിനിഷിംഗ്. അത് മലപ്പുറം പൊന്നാനി രജിസ്ട്രേഷൻ. എങ്ങനെയായിരുന്നു മോഡൽ? 2022 മോഡൽ. 22 ലാസ്റ്റ് മോഡല്. സിംഗിൾ ഓണർ. ഇത് BS6 എഞ്ചിനാണ്. അതും BS6 എഞ്ചിനാണ്. അത് BS4 ആണ്. ഇത് നമുക്ക് വരുന്ന റേറ്റ് 6,20,000 രൂപ. 22 ലാസ്റ്റ് മോഡല്. സിംഗിൾ ഓണർ. 48,000 കിലോമീറ്റർ. 48,000 കിലോമീറ്റർ ഒക്കെ നമുക്ക് ഡിപ്പെൻസ് ചെറിയ കിലോമീറ്ററിനാണ് വരുന്നത്. അപ്പൊ ഇത് ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഫുള്ള് ലോൺ.
ഫുള്ള് ലോൺ ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 6,25,000 രൂപയിൽ 6.5 ലക്ഷം വരെ ലോൺ ചെയ്യും. ആണെങ്കിൽ 2 മാസത്തെ EMI നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ്. 48,000 ഓടിയിട്ടുള്ളൂ. 2022 ലാസ്റ്റ് BS6 എഞ്ചിന് 4 സിലിണ്ടർ. അതുകൊണ്ട് നമുക്ക് ബഡ്ജറ്റിൽ എന്നാ മോഡൽ കൂടിയൊരു മാരുതിന്റെ വാഹനം നോക്കുന്നവർക്ക് BS6 വേരിയന്റിൽ ഒരു ഓൾട്ടോ 800 ഇത് കോഴിക്കോട് കൊടുവള്ളി രജിസ്ട്രേഷൻ ആണ്. എങ്ങനെയായിരുന്നു മോഡൽ? 2020 ലാസ്റ്റ് മോഡൽ BS6 ആണ്. AC, പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോ, എയർ ബാഗ്, ABS, ടച്ച് സ്ക്രീൻ അടക്കം വന്നിട്ടുള്ള അപ്പൊ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും, സെൻട്രൽ ലോക്ക്, റിമോട്ട്, കമ്പനി വരുന്ന ഒക്കെ ഉണ്ട്. സിംഗിൾ ഓണർഷിപ്പ് 30,000 കിലോമീറ്റർ ഓടിയാണ്. സീറ്റ് കവേഴ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ വർക്കും ചെയ്യിക്കാനില്ല. 30,000 4 ടയറും മാറിയിട്ടുണ്ട്. അതും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു വാഹനം നിങ്ങൾക്ക് നല്ല ഓഫർ ഉണ്ട്. എല്ലാ വണ്ടിയിലും നമുക്കിപ്പോ വരുന്നത് 3,10,000, 3,15 ഇതിന്റെ വില 2,95 കൊടുക്കാം. നമ്മൾ ഒന്നുകൂടെ ഒരു 15 രൂപ നമുക്ക് മാർക്കറ്റ് പ്രൈസിനേക്ക് കുറച്ചിട്ട് ഇത് വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. സിംഗിൾ ഓണർ, സർവീസ് ബുക്ക്, സെക്കൻഡ് കാര്യം ഒക്കെ ഉള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. 3,10,000 വരെ ലോൺ ചെയ്ത് കൊടുക്കാം. ക്യാഷ് ബാക്കിൽ വേണമെങ്കിൽ ലോ കിലോമീറ്റർ വാഹനം, വണ്ടി വെയിൽ മെയിൻറ്റെയിൻ ആണ്. വണ്ടി വന്നിട്ട് സർവീസ് പോലും ചെയ്യേണ്ട ആവശ്യമില്ല. അത്രയും ക്വാളിറ്റിയിൽ ഓടിയാൽ മതി. അടുത്ത ഇനി നമുക്ക് മാരുതി 2 പ്രീമിയം സെഗ്മെന്റിലേക്ക് നോക്കുകയാണെങ്കിൽ 2 കിഡ്ലൻ സെഡാനുകൾ ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, സിയാസ്. ഫസ്റ്റ് തന്നെ ബ്ലാക്കിൽ ഒരു സിയാസ്. ഇതെങ്ങനെയായിരുന്നു മോഡൽ? ZXi പ്ലസ് വരുന്നതാണ്. പെട്രോൾ ആണ്, 14 ആണ്. ഇപ്പൊ നിലവില് ഈ ഒരു വാഹനത്തിലും കിട്ടും നിങ്ങൾക്ക് ഒരു 80-90% ലോൺ കിട്ടും. അതിന്റെ നമ്പറൊക്കെ നോക്കി KL11 111 നല്ല ഫാൻസി നമ്പർ കാര്യങ്ങൾ. വേറെ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ കാര്യങ്ങളൊന്നുമില്ല. 14 മോഡലാണ്. ഇപ്പൊ 12 കൊല്ലാണ് വണ്ടി പഴക്കുള്ളത്. 1.5 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. അത് ഒരു വർഷത്തിൽ നോക്കുമ്പോൾ 10,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അപ്പൊ ഒരു മാസത്തേക്ക് നോക്കണ 1000 താഴെ കിലോമീറ്ററിൽ മാത്രമാണ് ഈ വണ്ടി ഓടിയിട്ടുള്ളത് എന്നുള്ളതാണ്. A to Z സർവീസ് ഷോറൂമിലുണ്ട്. അപ്പൊ അതിന്റെ സർവീസും അതിന്റെ ക്ലച്ച് ഡിസ്കും അതിന്റെ മേജർ സർവീസ് പെട്രോളിൽ വേറെ ടൈം എഞ്ചിന് മാറേണ്ട കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ച് ഡിസ്കും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. ഹിസ്റ്ററി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വേറെ മേജർ ആക്സിഡന്റോ മൈനർ ആക്സിഡന്റോ ഫ്ലഡോ കാര്യങ്ങളൊന്നും വണ്ടിയിലില്ല. എത്ര രൂപയ്ക്ക് ചെയ്യാൻ പറ്റും? 4.5 ലക്ഷം രൂപയിൽ കൊടുക്കാം. 4 ലക്ഷം ലോൺ ചെയ്ത് ഒരു 4 ലക്ഷം രൂപ ലോൺ ചെയ്ത് 50 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാം കേട്ടോ. ഞാൻ അതിന്റെ വൈറ്റ് വേണമെന്നുള്ളവർക്ക് നമുക്ക് തവണ വൈറ്റ് ഫിനിഷിംഗ് വാഹനം ഉണ്ട്. ഇത് നമുക്ക് ഫാൻസി നമ്പർ 4.5 ലക്ഷം രൂപ കൊടുക്കും. 4 ലക്ഷം രൂപ അല്ല. ഇതിന്റെ മോഡൽ 14 മോഡലിന് ഇത് ഡീസലാണ്. ZD വരുന്നതാണ്. കിലോമീറ്റർ കിലോമീറ്ററും 1.5 റേഞ്ചിൽ ഓടിയിട്ടുണ്ട്. ഡീസലാണ്. മൈലേജ് ഉള്ളതുകൊണ്ട് കൂടുതൽ 20 അബോവ് മൈലേജ് കിട്ടും. അപ്പൊ നല്ല സ്പേസ് ഉണ്ട്, നല്ല മൈലേജ് കിട്ടും. അതേപോലെ തന്നെ നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്യാവശ്യം നല്ല പ്രീമിയം പ്രൊജക്ടർ ലാമ്പ്, DRL, ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, കമ്പനി അലോയ്സ്, പ്രൊജക്ടർ, അങ്ങനെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. വിത്ത് നമുക്ക് മൈലേജ് കിട്ടും. കൂടെ തന്നെ ഫാൻസി നമ്പറൊക്കെ അടക്കം വരുന്ന വണ്ടിയില്ല. 4 ലക്ഷം രൂപ ഫുൾ ഓൺ എടുത്തൂടെ? ഫുൾ ഓൺ. ഇത് ഡീസൽ ഫുൾ ഓൺ ചെയ്യാം. അടുത്ത ഇടയിൽ നമുക്കൊരു മറ്റൊരു ചെറിയൊരു ബ്രാൻഡാണ് റെനോ കിഡ്. അതൊരു മിനി SUV ടൈപ്പ് വാഹനം നോക്കുന്നവർക്ക് മൈലേജും അത്യാവശ്യം നമുക്ക് മാക്സിമം ലോണൊക്കെ കിട്ടുന്ന ലോ മെയിൻസ് വരുന്ന ഒരു വാഹനം. കിഡ് ഓട്ടോമാറ്റിക് ആണല്ലേ. 50,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഈ കിഡിനൊക്കെ വരുന്ന പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ വാൾ കവറിന് വരുന്ന ലീക്കാണ്. അതൊക്കെ നമ്മൾ പുതിയ വാൾ കവറൊക്കെ മാറി അതിന്റെ സാധനങ്ങളൊക്കെ അതിന്റെ ബാഗിൽ തന്നെ ഉണ്ട്. വേറെ റീപ്ലേസ്, ആക്സിഡന്റ്, ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല. ഇൻഷുറൻസ്, പുതിയ ഇൻഷുറൻസ്, അതുപോലെ തന്നെ 4 പുതിയ ടയർ. വേറെ ഒരു ഭാഗം നിങ്ങൾ ചിന്തിക്കണ്ട. ഓട്ടോമാറ്റിക് വാഹനം 2.90 കൊടുക്കുക. അപ്പൊ ഓട്ടോമാറ്റിക് വണ്ടിയാണ് 2.90 ഏറ്റവും ഓഫർ പ്രൈസ്. ഫുൾ ഓൺ ചെയ്യാൻ പറ്റുമോ? ഏകദേശം 2.90 അടുത്ത് ലോൺ ചെയ്യും. 2.45 റേഞ്ചിൽ ലോൺ ചെയ്യും. ഏകദേശം 10-15 രൂപ സുഖമായിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അടുത്ത നമുക്ക് തവണ നിസാന്റെ മൈക്രയാണ്. നല്ല കിഡ്ലം ആഫ്റ്റർ മാർക്കറ്റ് അലോയ്സ് കാര്യങ്ങളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടി. ഒരുപാട് നമ്മൾ റീവണ്ടികൾ വരാറുണ്ട്. മൈലേജ് ഉള്ളതുകൊണ്ട് പുറത്തൊക്കെ നമ്മൾ കൂടുതൽ കാണുന്ന വണ്ടിയാണ്. പക്ഷേ ഇത് ഒറിജിനൽ കേരള വണ്ടിയാണ്. 24 വരെ മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു വണ്ടി. എങ്ങനെയായിരുന്നു മോഡല്? 2018 രജിസ്റ്റർ, 17 മോഡല്, 90,000 കിലോമീറ്റർ ഡീസല്. അതും നിങ്ങൾക്ക് ബട്ടൺ സ്റ്റാർട്ട്, ഇലസെൻട്രി, നാവിക എല്ലാം കമ്പനി വരുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ് ആണ് XV ആണ് അല്ലേ? XL ഓപ്ഷൻ ആണ് അന്ന് ലാസ്റ്റ് വരുന്നത് ഈ പുതിയ മോഡലില്. എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത്? ഈ മോഡലിൽ നമുക്ക് വരുന്ന റേറ്റ് 3.95 ഫുൾ ഓൺ ചെയ്യാം. ഒരു ഏകദേശം 80% ലോൺ ചെയ്യാം. 10-40 രൂപയ്ക്ക് സുഖമായിട്ട് വണ്ടി ഇറക്കാം അല്ലെ. അടുത്തത് നമുക്കൊരു നല്ലൊരു ഫാമിലിക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്
കാരണം നമുക്ക് മെയിൻ്റെനൻസ് വളരെ കുറവും ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ അതൊക്കെ കൂടുതൽ ആളുകൾ എൻക്വയറി ചെയ്ത് നടക്കുന്ന ഒരു വാഹനമാണ്. കാരണം 24 വരെ മൈലേജും കിട്ടും, എന്നാ ഓട്ടോമാറ്റിക് കൂടി ആണ്. ഒറിജിനൽ കേരള വണ്ടി, ഒറിജിനൽ കേരള വാഹനമാണ്. A to Z സർവീസ് ഹിസ്റ്ററി ഉണ്ട്, 4 പുത്തൻ ടയർ ഉണ്ട്, വേറെ ക്ലെയിമോ റീപ്ലേസോ മേജർ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. ഓക്കെ, മോഡൽ ഏതായിരുന്നു? 2019. അപ്പൊ അതാണ് വണ്ടിയുടെ നമ്പർ കണ്ടപ്പോൾ ഡൗട്ട് ഉണ്ട്. 2019 മോഡൽ വണ്ടി, 2019 നമ്പർ, 19 ലാസ്റ്റ് വണ്ടി കേട്ടോ. അപ്പൊ അതായത് വണ്ടിയുടെ നമ്പർ തന്നെ അവര് എന്ത് ചെയ്തിട്ട് മോഡല് നമ്പർ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓൺഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ ഓൺഷിപ്പ്. എത്ര രൂപ കൊടുക്കാൻ പറ്റും? നമുക്ക് 7,90,000 രൂപയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. 7,3 കൊടുക്കാം. ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഫുള്ള് ലോൺ ചെയ്ത് സിബിൽ ഉണ്ടോ, ബാങ്കിങ് ഉണ്ടോ, ഇൻകം പ്രൂഫ് ഉണ്ടോ, ഫുള്ള് ലോൺ. ഡീസൽ ഓട്ടോമാറ്റിക് വി വേരിയന്റ് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം. ഓക്കെ, അടുത്ത ഇന്നോവകൾ നമ്മൾ ടയോട്ടന്റെ കളക്ഷൻ ആയിട്ട് വരുമ്പോ പറഞ്ഞാൽ മതി. അപ്പൊ അടുത്ത് വീണ്ടും നമുക്കൊരു സ്വിഫ്റ്റ്. ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള്? 2018 മോഡൽ ഓട്ടോമാറ്റിക്. 18 ഓട്ടോമാറ്റിക് ആണ്. അതും ഡീസൽ അല്ല, പെട്രോൾ അല്ല. 50,000 കിലോമീറ്റർ ഓടി വേണം. അപ്പൊ ലോ കിലോമീറ്റർ നമ്മൾ ഇവിടുത്തെ വണ്ടി തന്നെയാണ്. അല്ല, നമ്പർ ആയിട്ടുള്ള വണ്ടിയാണ്. ഇപ്പൊ നിലവിൽ നമ്മൾ നിലമ്പൂർ രജിസ്ട്രേഷൻ ആയിട്ടുണ്ട്. അതെ, ഇത് നമ്മൾ ഇവിടുത്തെ ഒരു ആർമിക്കാരനെ കൊണ്ടുവരുന്നത് അവിടെ അങ്ങനെ അവിടെ നിന്ന് കൊണ്ടുവന്ന വണ്ടിയാണ്. 50,000 കിലോമീറ്റർ വിത്ത് സർവീസ് ഹിസ്റ്ററി ഉണ്ട്. VXI ആണ്. നമുക്ക് 5,20,000 രൂപ. 5,000 ഓട്ടോമാറ്റിക് വണ്ടിയാണ്. 50,000 കിലോമീറ്റർ നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ചെയ്ത് കൊടുക്കാം. ഇതിന്റെ പഴയ RC നമുക്ക് അവർക്ക് അയച്ചു കൊടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർക്ക് എടുക്കാൻ പറ്റും. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും. അപ്പൊ അത്ര നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ട് പറയാൻ പറ്റുന്ന വണ്ടിയാണ് അല്ലേ ഫ്രണ്ട്സ്. അപ്പൊ നമ്മള് ഫസ്റ്റത്തെ ഒരു പാർട്ട് താൽക്കാലികമായിട്ട് നിർത്തുകയാണ്. നമുക്ക് ഒത്തിരി വാഹനങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാ വാഹനങ്ങളും നമുക്ക് ഒരു പാർട്ടിൽ കൊള്ളിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സോ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ വണ്ടൂരാണ്. വണ്ടൂരിൽ നിന്ന് പെരുന്തൽമണ്ണ, അതായത് നമ്മൾ ഊട്ടി റോഡിൽ പുളിയക്കോടാണ് RB മോട്ടോഴ്സ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാരുതിൻ്റെ വാഹനങ്ങളാകട്ടെ, ടയോട്ടയുടെ വാഹനങ്ങളാകട്ടെ, ഹോണ്ടയുടെ വാഹനങ്ങളാകട്ടെ, ഏത് ടൈപ്പ് വാഹനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഒന്ന് കൂടുതൽ ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. ഡീസൽ, പെട്രോൾ, ഓട്ടോമാറ്റിക്. അപ്പോൾ ഏത് വാഹനങ്ങൾ നോക്കുന്നവരാണ് ധൈര്യമായിട്ട് വന്നോളി. അപ്പോൾ നമ്പർ കാര്യങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരുന്നവർ വീണ്ടും കാണാം. റിയാസ് ആൻഡ് സമീർ സൈനിങ് ഓഫ്.